ടീമിന് എപ്പോഴൊക്കെ റൊണാൾഡോന് വേണ്ടി വന്നു അപ്പോൾ റൊണാൾഡോ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റൊണാൾഡോയ്ക്ക് വേണ്ട സമയത്ത് ടീം അതിനൊപ്പം നിൽക്കണില്ല എന്നുള്ളൊരു വിമർശനം കൂടി അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാറുള്ളത്. പോർച്ചുഗലിൻ്റെ സെറ്റ് പീസുകൾ അവരെടുക്കുന്ന രീതി, ഈ രണ്ടാമത്തെ ന്യൂനോ മെൻഡസിൻ്റെ ഗോൾ വന്നതും അതൊരു സെറ്റ് പീസിലൂടെ ആയിരുന്നു. എല്ലാവരും വിചാരിച്ച റൊണാൾഡോ തന്നെ എടുക്കുകയുള്ളൂ ആ സെറ്റ് പീസ്. പക്ഷേ റൊണാൾഡോ ഒരു റണ്ണിട്ട് നേരെ ന്യൂനോ മെൻഡസ് ആണ് അത് എടുക്കുന്നത്, ഡയറക്റ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 57-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വന്നായിരുന്നു. ബ്രൂണോ ആണ് ആ ഫ്രീ കിക്ക് എടുത്തത്. പക്ഷേ എല്ലാവരും വിചാരിച്ച് റൊണാൾഡോ എടുക്കാൻ വേണ്ടി ഓടി നേരെ ഡയറക്റ്റ് ഒരു റണ്ണ് കൊടുത്തിട്ട് ഫേക്ക് റൺ കൊടുത്ത് ഒരു സ്കൂപ്പ് ചെയ്താണ് ബ്രൂണോ കൊടുത്തിരുന്നത്. അപ്പം അത്രയും ഒരു ടെക്നിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല അതിൽ നിന്ന് കാണാൻ പറ്റി. റൊണാൾഡോ ആക്ച്വലി ഈ മത്സരശേഷം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ടീമിനും പ്രത്യേകിച്ച് തനിക്കും തന്റെ കോച്ചിനും ഒരു ടഫ് വീക്ക് ആയിരുന്നു കഴിഞ്ഞു പോയതെന്ന്. അതിൽ പ്രത്യേകം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, കാര്യങ്ങൾ നല്ല രീതിക്ക് പോകുമ്പോൾ റൊണാൾഡോ ഈസ് ഗ്രേറ്റ് എന്ന് പറയും. പക്ഷേ മോശമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ റൊണാൾഡോയ്ക്ക് വയസ്സായി അല്ലെങ്കിൽ റൊണാൾഡോ ഫിനിഷ്ഡ് ആണെന്നൊക്കെ പറയും. അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിലും വിമർശകർക്ക് ഒരു മറുപടി റൊണാൾഡോ കൊടുക്കുന്നുണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ അവർ പറയുന്നതാണ്, ടീമിന് എപ്പോഴൊക്കെ റൊണാൾഡോന് വേണ്ടി വന്നു അപ്പോൾ റൊണാൾഡോ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് റൊണാൾഡോ ഹാസ് ഗിവൺ തിങ്സ് ഫോർ ടീം. പക്ഷേ റൊണാൾഡോയ്ക്ക് വേണ്ടി വേണ്ട സമയത്ത് ടീം അതിൻ്റെ ഒപ്പം നിൽക്കണില്ല എന്നുള്ളൊരു വിമർശനം കൂടി അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാറുള്ളതാണ്.